ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളിന് ശേഷമാണല്ലേ നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്, എന്താണിപ്പം വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന്. വീഡിയോസ് ചെയ്യാത്തതെന്നല്ല, എന്താണ് കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയത് കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി തന്നെയാണ്, കോഡിങ് പഠിപ്പിക്കുക എന്നുള്ള ഇത് തന്നെയാണ്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സും സ്റ്റുഡൻസ് തന്നെയാണ്, കോഡിങ് പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുവിധം ടോപ്പിക്സൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ 2026 ആയി, കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പം ഞാൻ എക്സാമൊക്കെ എഴുതിയിട്ട് ഇപ്പോൾ കുറേ നാളായി. അപ്പം ആ ഒരു ടച്ച് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വിട്ടുപോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ അത്രയും അപ്ഡേറ്റഡ് ആയിരിക്കണം. നേരത്തെ ആയാലും ശരി, ഞാൻ അത്രയും വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വർക്കിംഗ് ആയിരുന്നു, ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആ സമയത്ത് വീഡിയോ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വർക്ക്, വീട്ടിലെ കാര്യങ്ങൾ, വീഡിയോസ് ഇടുക, എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, ഞാൻ റിസൈൻ ചെയ്തു, ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ. അപ്പം എനിക്ക് വേറെ കുറച്ച് പ്ലാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടി ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഈ ഒരു ചാനൽ, ഇത്രയും എത്തിയ ഒരു ചാനൽ എനിക്ക് വിട്ടുകളയാൻ മനസ്സില്ല. അറിയാമല്ലോ, ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഇനിയിപ്പോൾ എനിക്ക് കോഡിങ് മാത്രമായിട്ട് വീഡിയോസിനകത്ത് ഇടാനും പാടാണ്. അപ്പം ഞാനിപ്പോൾ കരുതുന്നത് കുറച്ച് കോഡിങ് റിലേറ്റഡ് വീഡിയോസും ഇടാം, അതിനൊപ്പം തന്നെ അല്ലാതുള്ള വ്ലോഗിങ്ങും ചെറിയ കുക്കിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുകയും ലൈക്ക് ചെയ്യുകയൊക്കെ വേണം. അപ്പം ഞാൻ എന്താണ് ഇങ്ങനെ കോഡിങ് വീഡിയോസ് ഇടാത്തത്, മനഃപൂർവ്വമാണോ എന്ന് കുറച്ച് പേരെങ്കിലും ചിന്തിക്കാം. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. മനഃപൂർവ്വമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ഈവൻ ഇപ്പം 2026 ആയപ്പോൾ എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് പോലും ഇല്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പഴയ ടെക്സ്റ്റാണ്. അതിന് ശേഷം ഒരു 2023 ടെക്സ്റ്റിൻ്റെ PDF എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം പിന്നെ ഒരുപാട് യൂട്യൂബ് ചാനൽസും എനിക്ക് തോന്നുന്നു അവൈലബിൾ ആണ്. അപ്പോൾ എക്സാം പാറ്റേണും എക്സാമിൻ്റെ മൊത്തത്തിലുള്ള സ്വഭാവവും എല്ലാം മാറി. ഞങ്ങൾ എഴുതുന്ന സമയത്തൊന്നും ഒരുപാട് വ്യത്യസ്തമാണിപ്പം. അപ്പോൾ അതൊക്കെ മുന്നിൽ നിർത്തിയിട്ടാണ് ഞാനിപ്പം വീഡിയോസ് ചെയ്യാത്തത്, അല്ലാതെ വേറെ കാര്യങ്ങളുള്ളതുകൊണ്ടൊന്നും അല്ല. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ചാനൽ നിലനിന്ന് പോകട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനതെല്ലാം റിമൂവ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, ഇന്ന ടൈപ്പ് വീഡിയോ വേണം, ഇന്ന രീതിക്ക് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഇനി ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ, ടേക്ക് കെയർ.